ഇത് വാടകയ്ക്കാണോ? വാടകയ്ക്കാണല്ലേ? ആളെ കാണാറുണ്ട്, നടക്കാനായിട്ട് കാണാറുണ്ട്, അല്ലാണ്ട് വേറെ സംസാരിച്ച ബന്ധോ അങ്ങനെ ഒന്നുമില്ല. കാണും, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണില്ല. ആള് സിനിമയുടെ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആരെങ്കിലും വഴിയാണോ അത് സിനിമ നടനാന്ന് മനസ്സിലായത്? സിനിമ ഇവിടെ ഓട്ടോക്കാരും ആരോ പറഞ്ഞാണ്, അപ്പോഴാണ് മനസ്സിലായത് അല്ലേ? മച്ചാന്മാരെ, ഒരു ചെറിയ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 100 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ പ്രേമലു സിനിമയിലെ നസ്ലിൻ്റെ വീട്ടിലേക്കാണ് യാത്ര. ഇപ്പം ഞാനുള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിനടുത്ത് ചാപ്പാറ എന്ന സ്ഥലത്താണ്. ഓട്ടോറിക്ഷപേട്ടയുള്ള ഈ വഴിയിലൂടെയാണ് അങ്ങോട്ട് പോകേണ്ടത്. ഇവിടെ നിന്ന് കഷ്ടിച്ച് 3/4 കിലോമീറ്ററിനടുത്താണ് നസ്ലിം മച്ചാൻ്റെ വീട് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഒരു 3/4 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മണ്ണാറപ്പൊക്കം റോഡ് ഈ വഴി കൂടെ പോയിട്ടാണ് മച്ചാൻ്റെ വീടുള്ളത്. ചെറുതും വലുതുമായ കുറേ വീടുകൾ ഈ വഴിയിലുണ്ട്. നമ്മുടെ നാട്യം പ്രദേശത്തെ ചെറിയൊരു കോളനി പോലെയുള്ളൊരു വഴിയാണിത്. അങ്ങനെ ഞാൻ അവസാനം ചെക്കൻ്റെ വീട് കണ്ടുപിടിച്ചു. അവിടെ എത്തി. വീട് തുറന്ന് കിടക്കുന്നുണ്ട്. അവിടെ കയറി ഒന്ന് ചോദിച്ചു നോക്കാം. ഇപ്പം നസ്ലിന് ഇവിടെ താമസമില്ല. ആള് 2 കൊല്ലം മുന്നേ ഇവിടെ നിന്ന് മാറി എന്നാണ് പറഞ്ഞത്. തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷമാണ് ഇവിടെ നിന്ന് മാറിയിരിക്കുന്നത്. ഈ സ്ഥലം വിറ്റ് ആള് കോണത്ത് നിന്ന് ഒരു ചിലങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ആളിപ്പോൾ ഉള്ളത്. അപ്പം ഇതായിരുന്നു നസ്ലിൻ കളിച്ച് നടന്ന വഴികളും സ്ഥലങ്ങളൊക്കെ. കുറേ ചെറിയ വീടുകൾക്കിടയിലാണ് നമ്മുടെ മച്ചാൻ്റെ ആദ്യത്തെ വീട്. ഇതിപ്പോൾ വേറെ ആൾക്ക് വിറ്റ് ആൾ ഇപ്പോൾ വേറെ സ്ഥലത്താണ്. നമുക്ക് ആ വീടും കൂടി ഒന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞത് നമ്മുടെ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ ചേച്ചിയാണ്. ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് വാടകക്കാരാണ്. അപ്പോൾ നമുക്ക് നസ്ലിൻ്റെ പുതിയ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഈ വഴിയിലൊരു കടയുണ്ട്. ആ കടയിലെ ചേട്ടൻ്റെ അടുത്ത് നസ്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇവിടെ നസ്ലിൻ്റെ വീട് ഇവിടെ ഇല്ലായിരുന്നു പണ്ട്? ആളുപിടിക്കൊക്കെ വരാറുണ്ടോ കടയിലേക്ക്? ആണോ? ആളെങ്ങനെയാണ് പൊതുവെ? മിണ്ടില്ല, ഒരു സിമ്പിൾ മനുഷ്യനാണ്. ഞങ്ങളെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണേ ഞങ്ങൾ ഇവന്റെ വീട്ടിലേക്ക് പോയിണ്ടായിരുന്നു നസ്ലിന്റെ. അവിടെ ആ ഒരു വിറ്റുപോയ സ്ഥലം വിറ്റുപോയത്. അതുകൊണ്ട് പുതിയ വീട് വാങ്ങാണോ ചെയ്തത് അതോ? കോണത്തുകുന്നിലാണ്. അപ്പൊ ആള് സ്ഥിരം വരാറുള്ള സ്ഥലക്കാണ്. ആളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? 3 ഇരട്ടകളാണല്ലോ. പിന്നെ ഉമ്മ ബാപ്പ 3 മക്കളല്ലേ? അടിപൊളി. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ. ഇതാണ് കോണത്തുകുന്ന് സെന്റർ. ഇവിടെ നിന്ന് ചിലങ്കയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ആ കാണുന്ന വഴിയിലൂടെ ഒരു 1.5 കിലോമീറ്റർ മച്ചാൻ്റെ വീട്ടിലേക്കുണ്ട്. നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നസ്ലിം മച്ചാൻ്റെ പുതിയ വീട്. വാടക വീടാണ് ഇതെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടുത്തെ നാട്ടുകാരോട് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചു നോക്കാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോവാം. കോളിംഗ് ബെല്ല് അടിച്ചു നോക്കി, നോ രക്ഷ, അതിൽ തുറന്നില്ല. ഇതാണ് മച്ചാൻ്റെ ബുള്ളറ്റും തോന്നുന്നു. അതേപോലെ ഒരെണ്ണം കൂടി വിട്ടിരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒന്നിലാവും മച്ചാൻ്റെ യാത്ര. ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോവാം. നസ്ലിനെ കുറിച്ച് എങ്ങനെയാണ്, ആളെ കാണാറുണ്ടോ എന്നൊക്കെയുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ഞങ്ങളൊരു ചെറിയ യൂട്യൂബ് ചാനലിൽ നിന്നാണേ വീട് നോക്കിയിട്ട് വന്നതാ. വീട് ഉണ്ടല്ലേ? ആളുകൾ നടക്കാൻ പോക്കുണ്ട് കാലത്ത്. ലോട്ടറിയായിട്ട് ഇറങ്ങുമ്പോ കാണാറുണ്ടല്ലേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല. ഇല്ല. ആളെങ്ങനെയാ സംസാരിക്കാറൊക്കെ? ഒന്നുമില്ല. ഇല്ല, ആള് സിമ്പിൾ ഒരു മനുഷ്യനല്ലേ? ആള് ആരോടും സംസാരിക്കാറില്ല. ഇത് വാടകയ്ക്കാണോ? വാടകയ്ക്കാണല്ലേ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ ആ വീട്ടിലോ? അത് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ, അറിയില്ല അല്ലേ? അത് ഒരു വാടകയ്ക്ക് എടുത്തും വേറെ ആളുണ്ടാവും ഇവിടെ. അല്ല, അവരുടെ വീട്ടുകാരൊക്കെയാണ്? വീട്ടുകാര് ഇവരുടെ ആൾക്കാര്. ഈ വീടിന്റെ അനുജന്റെ വീടാണത്. അതല്ലേ? ഇപ്പൊ സ്കൂളിന്റെ അവിടെ ഇതിനേക്കാളും വലിയൊരു വീട് പണിത് അവര് അവിടെ താമസിക്കുന്നു. ഇതിന് അവർ ഒഴിഞ്ഞിട്ട് വാടകയ്ക്ക് കൊടുത്തേക്കണല്ലേ? അപ്പൊ നസ്ലിന്റെ ചേട്ടന്മാര് അറിയില്ല അല്ലേ? ആളെ കാണാറുണ്ട്, നടക്കാനായിട്ട് കാണാറുണ്ട്, അല്ലാണ്ട് വേറെ സംസാരിച്ച ബന്ധോ ഒന്നുമില്ല. കാണും, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണില്ല. ആള് സിനിമയുടെ തിരക്കിലാന്ന് തോന്നുന്നുണ്ട്. കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ? സിനിമ ഞാൻ കുറെ കാലമായി കണ്ടിട്ട്. പഴയ സിനിമകളോ ഞാൻ കാണാറ്.
അപ്പം അങ്ങനെ അപ്പോൾ ഓക്കെ. ചേട്ടൻ പേരെന്തായിരുന്നു? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ. എന്താ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടമാണ്. ഓക്കെ. ഈ ചൂട് കാരണം ഇങ്ങനെ കയറി ഇവിടെ നല്ലൊരു തണലുണ്ടല്ലേ? അത് ഈ പാലയുടെ കാറ്റ് കിട്ടുള്ളൂ. അത് ആ സൈഡിലിരുന്ന കിട്ടില്ല. ഈ സൈഡിലിരുന്ന ഇതിൻ്റെ ഉള്ളിൽ കാറ്റ് കിട്ടും. ഓക്കെ ശരി ചേട്ടാ. ഓക്കെ. പിന്നെ എന്താ ഏത് ഞാൻ മല്ലു മൂവി തിയറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടേ തൃശ്ശൂരിൽ തന്നെയാ. വെറുതെ നസ്ലിന്റെ വീടൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടിയിട്ട്. ആണ്. പക്ഷെ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം ആളെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ഓക്കെ. ആള് കാലത്ത് നടക്കാൻ പോകുമ്പോൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. വീട്ടിൽ കയറിയ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എനിക്ക് യാതൊരു ബന്ധവുമില്ല ആളുമായിട്ട്. നടക്കാൻ പോകുമ്പോ കാണുന്നു മാത്രം. എന്നോട് വീട് സംസാരിച്ചിട്ട് ഞാൻ ആളിങ്ങനെ പോകുമ്പോ ആള് സിനിമ നടനാന്ന് അറിയായിരുന്നോ? ആളുടെ ഈ ഒരു മനുഷ്യനെ ഒരു ഗെറ്റപ്പിൽ ഈ നടത്തിയിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ അതിലൊക്കെ നല്ലൊരു പ്രൗഢി നിലനിർത്തി പോകുമ്പോൾ അതാരാണ് എന്ന്. അപ്പൊ ആരെങ്കിലും വഴിയാണോ അത് സിനിമ നടനാന്ന് മനസ്സിലായത്? സിനിമ ഇവിടെ ഓട്ടോക്കാരും ആരോ പറഞ്ഞാണ്. അപ്പോഴാണ് മനസ്സിലായത് അല്ലേ? സിനിമ ഇവിടെ ഓട്ടോക്കാരുണ്ടാവും. അവര് പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ആളെങ്ങനെ കാണാൻ ചുള്ളനാണോ? ഭയങ്കര നല്ല മനുഷ്യൻ, ആരോഗ്യത്തിൻ്റെ അത്ര അടിപൊളിയാണോ? മൊത്തത്തിൽ അടിപൊളിയായിട്ട്. ശരിയേട്ടാ. അങ്ങനെ നസ്ലിം മച്ചാൻ്റെ വീട് കണ്ടു. ഇതേപോലെ ഇനിയും കുറേ യാത്രകൾ ഉണ്ടാവും. എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.